കൊൽക്കത്ത ആർജിക്കാർ ബലാത്സംഗ കൊലപാതക കേസിൽ തൃണമൂൽ നേതാവ് നിർമ്മൽ ഘോഷ് അറസ്റ്റിൽ. പെൺകുട്ടിയുടെ മൃതദേഹം സംസ്കരിക്കാൻ MLA ആയിരുന്ന നിർമ്മൽ ഘോഷ് അമിത താൽപര്യം കാട്ടിയെന്നാണ് കണ്ടെത്തൽ. തെളിവ് നശിപ്പിക്കാൻ ശ്രമം നടന്നതായി നേരത്തെ തന്നെ ആരോപണം ഉയർന്നിരുന്നു. വിവരങ്ങളുമായി ആദർശാണ് ചേരുന്നത്. ആദർശ്, ഈ ആർജിക്കാർ ബലാത്സംഗ കൊലപാതക ഈ കേസിൽ എല്ലാവരും തൃണമൂൽ നേതാക്കളായിരുന്നു, തൃണമൂൽ പ്രവർത്തകരായിരുന്നു. അപ്പോൾ തന്നെ തൃണമൂൽ നേതാക്കളെ രക്ഷിച്ചെടുക്കാൻ വലിയ ഗൂഢാലോചന നടന്നതാണ്. MLA നിർമ്മൽ ഘോഷിനെതിരെ അന്ന് തന്നെ ആരോപണമുണ്ടായിരുന്നു. പക്ഷേ ഭരണത്തിന്റെ തണലിൽ ഇത്രയും നാൾ നിർമ്മൽ ഘോഷ് രക്ഷപ്പെടുകയായിരുന്നു. ഇപ്പോഴിതാ നിർമ്മൽ ഘോഷ് അറസ്റ്റിലായിരിക്കുന്നു. ഇയാൾക്കെതിരായ ആരോപണങ്ങൾ എന്തെല്ലാമാണ്? നീലിമ, ഈ പെൺകുട്ടി ബലാത്സംഗത്തിന് ഇരയായി കൊല്ലപ്പെട്ടതിന് പിന്നാലെ തന്നെ ഈ പെൺകുട്ടിയുടെ മൃതദേഹം വളരെ വേഗത്തിൽ സംസ്കരിക്കുക എന്നുള്ള ഒരു നിലപാടായിരുന്നു ഈ MLAയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. അത് അന്ന് തന്നെ പല സംശയങ്ങൾക്കും ഇട നൽകിയിരുന്നു. തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമം ആസൂത്രിതമായി നടക്കുന്നു എന്നതടക്കമുള്ള ചില ആരോപണങ്ങൾ മമതാ ബാനർജി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ അന്ന് അതൊന്നും ഈ മമതാ ബാനർജി നിയന്ത്രിച്ചിരുന്ന പോലീസ് സംവിധാനം കാര്യമായി എടുത്തിരുന്നില്ല. എന്നാൽ പിന്നീട് വലിയ പ്രതിഷേധങ്ങൾക്കും നിയമ പോരാട്ടങ്ങൾക്കും ഒക്കെ ഒടുവിൽ ഈ കേസിൻ്റെ അന്വേഷണം CBI ഏറ്റെടുക്കുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ മുൻ MLA അറസ്റ്റിലാകുമ്പോൾ അത് അന്ന് അദ്ദേഹം MLA ആയിരുന്നപ്പോൾ ഇത്തരത്തിൽ ചില അമിത താല്പര്യങ്ങൾ കാട്ടിയതിന് പിന്നിൽ അതിന് വളരെ ആസൂത്രിതമായിട്ടുള്ള നീക്കമുണ്ടായിരുന്നു എന്നുള്ള സംശയം തന്നെയാണ് ബലപ്പെടുന്നത്. തൃണമൂൽ MLA നിർമ്മൽ ഘോഷ് അറസ്റ്റിലാകുമ്പോൾ അത് തൃണമൂൽ കോൺഗ്രസിനെ ആകെ പ്രതിരോധത്തിലാക്കുകയാണ്. കാരണം തൃണമൂൽ കോൺഗ്രസ്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയായിരുന്ന മമതാ ബാനർജി, തൃണമൂലിൻ്റെ ജനറൽ സെക്രട്ടറിയും MP-യുമായ അഭിഷേക് ബാനർജി എന്നിവരൊക്കെ തന്നെ ഈ കേസിൽ കുറ്റവാളികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിലകൊണ്ടു എന്നത് കേവലം രാഷ്ട്രീയ ആരോപണം മാത്രമായിരുന്നില്ല എന്നാണ് ഇപ്പോൾ ഈ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ അതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഈ മൃതദേഹം എത്രയും പെട്ടെന്ന് സംസ്കരിക്കുക എന്ന താല്പര്യം MLA കാട്ടിയത് ഇതുമായി ബന്ധപ്പെട്ട് തെളിവുകൾ നശിപ്പിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു ഗൂഢനീക്കമായിരുന്നു എന്നുള്ള സംശയം ഉയരുകയും ആ സംശയം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ MLAയുടെ അറസ്റ്റ് ഉണ്ടായിരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും പശ്ചിമ ബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ അധികാരമേറ്റ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ ഇത്തരത്തിൽ കുറ്റവാളികളോടും കുറ്റകൃത്യങ്ങളോടുമൊക്കെ കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഓരോ കേസിലും, അത് ബലാത്സംഗ കേസായാലും കൊലപാതക കേസായാലും ഒക്കെ കൃത്യമായിട്ടുള്ള അന്വേഷണം ഇക്കാര്യങ്ങളിൽ ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മുൻ MLA അറസ്റ്റിലാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കേസിൽ തെളിവ് നശിപ്പിക്കാൻ ശ്രമം നടന്നിട്ടുണ്ടെങ്കിൽ അതൊരു പക്ഷേ ഉന്നതതല ഇടപെടലിൻ്റെ ഭാഗമായിട്ടായിരിക്കാം എന്നുള്ള സംശയവും ബലപ്പെടുന്നത്. എന്തായാലും ഇതുമായൊക്കെ ബന്ധപ്പെട്ടുള്ള അന്വേഷണം CBIയുടെ ഭാഗത്ത് നിന്നും നടക്കുകയാണ്. നീലിമ. ശരി, ആദർശാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.